നമ്മൾ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വരാൻ പോകുന്ന ജൂണിൽ അർജന്റീന ടീം കേരളത്തിലെത്താൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാന് മെയിൽ അയച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് മെസ്സിയെയും അർജന്റീൻ ടീമിനെയും ഇവിടെ നേരിട്ട് കാണാം എന്നതിനപ്പുറത്തേക്ക് അർജന്റീനയുടെ കലക്കൽ ഒരു മത്സരവും നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിലെത്തിയ ഒരു മത്സരം കളിക്കാൻ താങ്കൾ തയ്യാറാണ് എന്നുള്ള കാര്യം അർജന്റീൻ ടീം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇവർ കൈമലത്തിയതുകൊണ്ട് ആ ഒരു സന്ദർശനം റദ്ദാക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മുടെ കായിക മന്ത്രി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് നേരിട്ട് കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മെയിൽ അയച്ചത്. ആ മെയിൽ അയച്ചപ്പോൾ തന്നെ ഇവിടെ വലിയ വിമർശനമായിരുന്നു. കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനം വിളിച്ചാൽ വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ. അതിന് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സമീപിച്ചിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന ജൂണിൽ കേരളത്തിലേക്ക് വരാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത്. പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ കേരള സർക്കാരും നമ്മളുമൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതിൽ ആദ്യത്തേത്, അർജന്റീന ടീമിനും അവരുടെ ഒഫീഷ്യൽസിനും എല്ലാം സഞ്ചരിക്കാനായി ഒരു ചാർട്ടേഡ് വിമാനം തന്നെ നമ്മൾ തയ്യാറാക്കേണ്ടി വരും. രണ്ടാമത്തേത്, ഒരു 7 സ്റ്റാർ ഹോട്ടലിലായിരിക്കണം ഇവർക്ക് താമസ സൗകര്യം കൊടുക്കേണ്ടത്. മാത്രമല്ല, ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര നിലവാരത്തിലൊരു മത്സരം നടത്തുമ്പോൾ അതിനുള്ള ഒഫീഷ്യൽസിന് ഫിഫ ആയിരിക്കും വരിക. അപ്പോൾ ഫിഫയിൽ നിന്നുള്ള താരങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ ഫിഫയുടെ ഒഫീഷ്യൽസിന് ഇവിടെ ഇറങ്ങാനുള്ള അനുമതി, കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും വേണ്ടിവരും. അത്തരത്തിൽ നിരവധി കടമ്പകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അർജന്റീനയുടെ ഈ സന്ദർശനത്തിന് വൻ ചെലവാകും ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒപ്പം അർജന്റീന ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ ഇവിടെ കളിക്കാൻ എത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ ഒരു എതിരാളിയെ കൂടെ വേണം എന്നാണ് പറയുന്നത്. അതായത് അർജന്റീന ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഫിഫ റാങ്കിങ്ങിൽ തന്നെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ടീമിനെ വേണം ഇവിടെ എത്തിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഈ മത്സരത്തിന് ഞങ്ങൾ റെഡി ആകുകയുള്ളൂ എന്നുകൂടി അർജന്റീന പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ആ ഒരു ടീമിനും ഇതേപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്ത് 7 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ കൊടുക്കണം. അവരുടെ ഒഫീഷ്യൽസിന് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നീണ്ട നടപടിക്രമങ്ങളാണ് നമ്മുടെ കേരള സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്നേ ഉള്ളൂ. ഇത്തരത്തിലൊരു മത്സരം നടക്കുകയാണെങ്കിൽ അതിൻ്റെ സംരക്ഷണാവകാശം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിലൂടെ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ കഴിയും. മാത്രമല്ല, അർജന്റീന ടീം ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്പോൺസർ ചെയ്യാൻ നിരവധി ആളുകൾ രംഗത്തെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ നടന്നു പോകും എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അദ്ദേഹം നടത്തി തുടങ്ങിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ക്ഷണം നൽകിയ സമയത്ത് വലിയ വിമർശനങ്ങളായിരുന്നു മന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ തങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ള ക്ഷണം ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നിരസിച്ച സാഹചര്യത്തിൽ കേരളത്തിലേക്ക് എങ്ങനെയായിരിക്കും ഇവർ വരിക എന്ന തരത്തിലുള്ള പരിഹാസമായിരുന്നു അന്ന് കായിക മന്ത്രിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ കൊടുത്ത ആ ഒരു മെയിലിന് മറുപടി വന്നപ്പോഴാണ് സത്യത്തിൽ കേരള സർക്കാരിനും നമ്മുടെ കായിക പ്രേമികൾക്കൊക്കെ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കുന്നത്. അതായത് ഞങ്ങളെത്തും, നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്ന് തന്നെയാണ് അർജന്റീന പറഞ്ഞിരിക്കുന്നത്. അർജന്റീന ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. 2022 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ അടക്കം പരാമർശിച്ച് നന്ദി അറിയിച്ച് ഒരു ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ഫാൻ ബേസ് ആണ് ഇവിടെ അർജന്റീനയ്ക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളത് എന്ന കാര്യം അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പോലും ചേർക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിന് നന്ദി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു മത്സരം നടത്തിയാൽ ജനസാഗരം ഒഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ കടമ്പകളാണ്, വലിയ ഭാരിച്ച തുകകളാണ് ഈ ഒരു മത്സരം നടത്താൻ വേണ്ടി ഇവിടെ വേണ്ടി വരിക. അതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് കായിക മന്ത്രിയുടെ മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ നമ്മുടെ കാൽപന്തിന്റെ സ്നേഹം ലോകത്തിന് മുഴുവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സിമ്പിളായി നടന്നു പോകും എന്നുകൂടിയാണ് കായിക മന്ത്രി ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും അദ്ദേഹം അതിന്റെ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അധികം സമയമില്ല. ജൂൺ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് എത്തും. അതിനു മുമ്പ് നിയമപരമായും സാമ്പത്തികമായും തന്നെ ഒരുപാട് ഫോർമാലിറ്റികൾ കടക്കാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കായിക മന്ത്രി.